എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി ബേസ് ചെയ്ത് പല പരീക്ഷകൾക്കും ഒന്നാം റാങ്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് HSST NVT കെമിസ്ട്രി. രണ്ട് സെപ്പറേറ്റ് ആണ്. അതിന്റെ കാരണം PG ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ഒന്നാം റാങ്ക് നിങ്ങൾക്ക് കിട്ടി, ഡോക്യുമെന്റ്സ് 4 റാങ്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു ടീം ഓഫ് നല്ല മിടുക്കരായ ഉദ്യോഗാർത്ഥി നമുക്കുണ്ട്. അവരെ മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യിക്കുക, മാക്സിമം കണ്ടന്റുകൾ അവരിലേക്ക് എത്തിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എത്രത്തോളം സമയം ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫീസ് അടച്ച് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തു, ഞങ്ങൾ സ്റ്റഡി പ്ലാൻ കൊടുത്തു, അത് കണ്ടു പഠിച്ച് എക്സാം എഴുതി. അവിടെ കൊണ്ട് തീരുന്നില്ല. ഓൾറെഡി നമ്മുടെ സിലബസ് ഏകദേശം കവേർഡ് ആണ്. അതെല്ലാം വീണ്ടും വീണ്ടും കാണണം. സ്റ്റഡി പ്ലാൻ ഉള്ളത് ആദ്യം ഫോളോ ചെയ്യണം. ബാക്കിയുള്ള ക്ലാസ്സുകൾ കൃത്യമായി കാണുക. ഒരുപാട് എക്സാമ്പിൾ ആപ്പിലുണ്ട്, അതെല്ലാം കൃത്യമായി നോക്കുക. നമ്മുടെ പ്രിന്റബിൾ നോട്ടുകൾ റെഫർ ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്യുക, നിരന്തരമായി പഠിക്കുക. നിരന്തരമായി ശ്രമിക്കുന്നവർ എപ്പോഴും വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അതേ കണക്ക് നിരന്തരമായി ശ്രമിക്കുക. അടുത്ത വർഷം റിസൾട്ട് വരുമ്പോൾ, എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ റിസൾട്ട് വന്ന് കഴിയുമ്പം എനിക്കായിരിക്കണം ഒന്നാം റാങ്ക് എന്ന് മനസ്സിൽ തോന്നണം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം പറയുകയാണ്, സാറേ ആ ക്ലാസ് കൊള്ളത്തില്ല, ആ ടീച്ചറുടെ ക്ലാസ് അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് നീ കൊള്ളത്തില്ല, ഞങ്ങൾ ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല, വേറെ ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് തരും, പ്രിന്റബിൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തരും, എക്സാംസ് ഉണ്ടാകും, റാങ്ക് ഓഫർ സൗജന്യമായിരിക്കും. എനിക്ക് തോന്നുന്നു HST കെമിസ്ട്രിയുടെ ഒക്കെ ഇതേ കണക്ക് റാങ്ക് ഓഫ് ഇറക്കിയ ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിൽ 7ാമത്തെ ബാച്ച് ജോയിൻ ചെയ്യുക. ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. ഇതുവരെ പഠിക്കാത്തവരായിക്കോട്ടെ, ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക. താങ്ക് യു.